ഹലോ, ഇതാണ് പിക്സൽ സ്മർഫ്. ഒന്ന് ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അതിനായിട്ട് ഒരു വൈറ്റ് പേപ്പർ എടുക്കുക. എന്നിട്ട് അതിൽ 10 സെൻറ്റിമീറ്റർ നീളത്തിലും 11 സെൻറ്റിമീറ്റർ വീതിയിലും ഒരു സ്ക്വയർ വരച്ചെടുക്കുക. ശേഷം ഈ സ്ക്വയറിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും 0.5 സെൻറ്റിമീറ്ററിൽ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. അടയാളപ്പെടുത്തി കഴിയുമ്പോൾ ഇതുപോലെ ഉണ്ടാകും. എന്നിട്ട് ഇതേപോലെ തന്നെ എല്ലാ പോയിൻറ്റ്സും തമ്മിൽ കണക്ട് ചെയ്ത് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും ലൈൻസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഗ്രിഡ് ഫോം ആയിട്ട് വരും. ഇനി ഈ ഗ്രിഡിനകത്ത് ഞാൻ കൊടുത്തിരിക്കുന്ന പോലെ മാർക്കുകൾ കൊടുക്കുക. അത് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് നോക്കി വെച്ചേക്കുക. അല്ലെങ്കിൽ പിൻട്രസ്റ്റിൽ നോക്കിയാലും ഇതേപോലത്തെ പിക്സലായിട്ടുള്ള വർക്കുകളൊക്കെ കിട്ടും. അത് വെച്ചിട്ടൊന്ന് നോക്കിയാലും അത് ഈസിയാണ്. ഇതിൽ മാർക്ക് ചെയ്ത ഭാഗമുണ്ട്, മാർക്ക് ചെയ്യാത്ത ഭാഗമുണ്ട്. അപ്പം നമ്മൾ ഇതൊന്ന് കറക്റ്റായിട്ട് നോക്കി വെച്ചേക്കുക. മുകളിലത്തെ ഭാഗത്ത് വൈറ്റും കണ്ണിൻ്റെ ഭാഗത്തും മാത്രമായിട്ട് വൈറ്റ് കൊടുക്കുക. ബാക്കിയുള്ള ഭാഗത്ത് ബ്ലൂവും പിന്നെ മാർക്ക് ചെയ്ത ഭാഗത്ത് ബ്ലാക്കുമാണ് കൊടുക്കേണ്ടത്. ഫൈനൽ ലുക്ക് നോക്കിയിട്ട് അതൊന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് അത് വെച്ച് നോക്കി ചെയ്താലും മതി. അങ്ങനെ പെയിൻറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. ഇത് കറക്റ്റായിട്ടൊന്ന് വെട്ടിയെടുക്കണം. എന്നാൽ മാത്രമേ അതിൻ്റെ ആ ഒരു രീതി കറക്റ്റായിട്ട് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് പെട്ടെന്നൊന്ന് വെട്ടിയെടുക്കാം. സോ ഇതാണ് ഫൈനൽ ലുക്ക്. ഫൈനൽ ലുക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും അതുകൂടി കമൻറ്റ് ചെയ്യുക. പിന്നെ അടുത്തത് ഏത് പിക്ചറാണ് വരയ്ക്കേണ്ടത് എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾക്കിത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബൈ.